വർഷം 1864. രാഷ്ട്രത്തെ തന്നെ ഛിന്ന ഭിന്നമാക്കിക്കൊണ്ട് അമേരിക്കയിൽ ആഭ്യന്തര യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന കാലം. ക്രൂരമായ ഈ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയ മനുഷ്യരുടെ രക്തം കൊണ്ട് അമേരിക്കൻ മണ്ണ് ചുവന്നു. അവരുടെ നിലവിളികൾ തകർന്നടിഞ്ഞ നഗരങ്ങളിലൂടെ മുഴങ്ങിക്കൊണ്ടിരുന്നു. എന്നാൽ ഈ സമയം പീരങ്കികളുടെ ഇരമ്പലിൽ നിന്നും യുദ്ധകളങ്ങളുടെ പൊടിപടലങ്ങളിൽ നിന്നും ഒരുപാട് അകലെ ഉപരിതലത്തിനടിയിൽ യുദ്ധത്തിന്റെ ഒരു പുതിയ അധ്യായം എഴുതപ്പെടുകയായിരുന്നു. ഈ അധ്യായത്തിന്റെ പേരാണ് HL ഹൺലി. നിശബ്ദ മരണത്തിന്റെ പാത്രമായ ഒരു രഹസ്യ ആയുധം. കൃത്യമായി പറഞ്ഞാൽ ഒരു മുങ്ങിക്കപ്പൽ. കൽപ്പനാശക്തിയുടെയും സാഹസികതയുടെയും ഒരു അത്ഭുതമായിരുന്നു ഇത്. 1864 ഫെബ്രുവരി 17 സള്ളിവൻസ് ദ്വീപിന്റെ തീരത്ത് നിന്നും ധീരന്മാരായ 8 നാവികർ ഈ സബ്മറൈന്റെ ഉള്ളിൽ കയറി ചരിത്രം കുറിക്കാനുള്ള യാത്ര തുടങ്ങി. യൂണിയൻ ഉപരോധത്തിനെതിരെ ശക്തവും നിർണായകവുമായ പ്രഹരമേൽപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ദൗത്യം. യൂണിയൻ ഉപരോധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുദ്ധക്കപ്പലാണ് USS ഹ്യൂസറ്റോണിക്. സള്ളിവൻസ് ദ്വീപിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ അകലെയാണ് USS ഹ്യൂസറ്റോണിക് കപ്പലിനെ സ്ഥാപിച്ചിരുന്നത്. ഈ കപ്പലിൽ റോബർട്ട് ഫ്ലെമിംഗ് ജൂനിയർ എന്നൊരു നാവികൻ ഉണ്ടായിരുന്നു. അന്ന് രാത്രി 8:45 അദ്ദേഹം കപ്പലിന് സമീപത്തായിട്ട് എന്തോ ഒരു വിചിത്രമായ വസ്തുവിനെ കണ്ടു. അത് വെറുമൊരു തടി കഷ്ണമായിരിക്കുമെന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അത് ലോഹം കൊണ്ട് നിർമ്മിതമായ എന്തോ വസ്തുവാണെന്ന് മനസ്സിലായി. ഉടൻ തന്നെ അദ്ദേഹത്തിന് സംശയം തോന്നി. ആ സംശയം വളരെ വേഗം പരിഭ്രമമായി മാറി. കാരണം വിചിത്രമായ ആ ലോഹം പെട്ടെന്ന് തന്റെ യുദ്ധക്കപ്പലിന് നേർക്ക് വരാൻ തുടങ്ങി. ഒട്ടും സമയം കളയാതെ റോബർട്ട് അലാറം മുഴക്കി. സമീപമുണ്ടായിരുന്ന എല്ലാവരും ഉടനെ തോക്കുകളെടുത്ത് ലോഹത്തിനെ വെടിവെക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു. ആ ലോഹം കപ്പലിന്റെ തൊട്ടടുത്തെത്തി. അടുത്ത സെക്കൻഡിൽ അവിടെ വലിയൊരു വിസ്ഫോടനമുണ്ടായി. ആ വിസ്ഫോടനത്തിൽ റോബർട്ടിന്റെ യുദ്ധക്കപ്പൽ പൂർണ്ണമായും തകർന്ന് മുങ്ങിപ്പോയി. പിന്നെ നിമിഷങ്ങൾക്കുള്ളിൽ റോബർട്ട് കണ്ട ലോഹം അവിടുന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. ആ ലോഹം യഥാർത്ഥത്തിൽ ഹൺലി സബ്മറൈൻ ആയിരുന്നു. അങ്ങനെ USS ഹ്യൂസറ്റോണിക്കിനെ തകർത്തതോടെ ഹൺലി സബ്മറൈന്റെ ദൗത്യം അവരെ വിജയകരമായി പൂർത്തിയാക്കി. യുദ്ധചരിത്രത്തിലെ ഒരു സ്മാരക നിമിഷമായിരുന്നു അത്. എന്തെന്നാൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സബ്മറൈൻ വിജയകരമായി ഒരു യുദ്ധക്കപ്പലിനെ മുക്കിക്കളഞ്ഞത്. ഏതാനും ചില മിനിറ്റുകൾക്കുള്ളിൽ സള്ളിവൻസ് ദ്വീപിൽ നിന്ന പടയാളികൾ ഹൺലി സബ്മറൈനിൽ നിന്നും ഒരു നീല പ്രകാശം തെളിയുന്നത് കണ്ടു. അവരുടെ ദൗത്യം വിജയിച്ചുവെന്നും അവരിപ്പോൾ തിരിച്ചു വരികയാണെന്നും അറിയിക്കാനുള്ള ഒരു സിഗ്നലായിരുന്നു അത്. പക്ഷേ ആ സബ്മറൈനും അതിലുണ്ടായിരുന്ന 8 പേരും പിന്നെ ഒരിക്കലും തിരിച്ചു വന്നില്ല. ഒരു മുന്നറിയിപ്പുമില്ലാതെ ആ സബ്മറൈൻ എങ്ങനെ അപ്രത്യക്ഷമായി എന്നോർത്ത് എല്ലാവർക്കും അത്ഭുതം തോന്നി. അത്ഭുതം എന്നതിലുപരി അത് വളരെ നിഗൂഢമായിട്ട് തോന്നി. അതിനാൽ ശരിക്കും എന്താണ് സംഭവിച്ചതെന്നറിയാനുള്ള ആകാംക്ഷയിൽ കാണാതെ പോയ ആ സബ്മറൈനു വേണ്ടി ഒരുപാട് കാലം പലരും തിരച്ചിൽ നടത്തി. എന്നാൽ പല പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അതിനെ ആർക്കും കണ്ടെത്താൻ പറ്റിയില്ല. ഒടുവിൽ ഏതാണ്ട് 1.5 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ, കൃത്യമായി പറഞ്ഞാൽ 1995 കാണാതെ പോയ HL ഹൺലിയെ കണ്ടെത്തി. വീണ്ടും 5 വർഷങ്ങൾക്ക് ശേഷം, അതായത് 2000 സബ്മറൈനെ സമുദ്രത്തിനടിയിൽ നിന്നും പുറത്തെടുത്തു. ഈ സബ്മറൈന്റെ തിരോധാനത്തിന് പിന്നിലെ നിഗൂഢതകളുടെ ചുരുളുകളെല്ലാം അതോടെ അനാവരണം ചെയ്യപ്പെടുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ അതോടെ നിഗൂഢതകളുടെ ആഴം കൂടുകയാണ് ചെയ്തത്. ഹ്യൂസറ്റോണിക്കിനെ മുക്കിയ ശേഷം തിരിച്ചു വരുന്ന വഴിക്ക് എന്തോ അപകടം പറ്റി HL ഹൺലിയും തകർന്ന് മുങ്ങിപ്പോയി. HL ഹൺലി ശരിക്കും ചെറിയൊരു സബ്മറൈനാണ്. മൊത്തത്തിൽ ഇതിനേതാണ്ട് 40 അടി നീളമുണ്ട്. എന്നിരുന്നാലും ഉള്ളിൽ 8 പേർക്കുള്ള സ്ഥലം കഷ്ടിച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഉള്ളിലെ വലിപ്പമെന്നത് വെറും 4 അടി ഉയരവും 3.5 അടി വീതിയുമാണ്. അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് കയറാനും പുറത്തിറങ്ങാനും അത്ര എളുപ്പമല്ല. അതുപോലെ ഉള്ളിലിരിക്കുന്നവർക്ക് നേരെ നിവർന്നിരിക്കാനൊന്നും പറ്റില്ല. യഥാർത്ഥത്തിൽ 8 പേരും കയറി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനുള്ള സ്ഥലം പോലും ഉള്ളിലില്ല. അത്രയും ഇടുങ്ങിയതാണ് ഉൾഭാഗം. ഈ ചിത്രം കാണുമ്പോൾ തന്നെ അത് എത്രത്തോളം ഇടുങ്ങിയ സ്ഥലമായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനാൽ സബ്മറൈൻ മുങ്ങുന്ന സമയം ഉള്ളിലുണ്ടായിരുന്ന 8 പേരും പുറത്ത് കടക്കാൻ പറ്റാതെ വെള്ളത്തിൽ മുങ്ങി മരിച്ചുപോയി. അന്ന് സംഭവിച്ചത് ഇതായിരിക്കുമെന്നാണ് സബ്മറൈൻ കണ്ടെത്തുന്നതിന് മുൻപ് വരെ എല്ലാവരും കരുതിയത്. പക്ഷേ സബ്മറൈനെ പുറത്തെടുത്ത ശേഷം ശാസ്ത്രജ്ഞർ അതിനെ സമഗ്രമായി പരിശോധിച്ചു നോക്കിയപ്പോൾ എല്ലാവരും ആകെ ആശയക്കുഴപ്പത്തിലായി. ഉത്തരങ്ങൾക്ക് പകരം സബ്മറൈൻ കൂടുതൽ ചോദ്യങ്ങളാണ് നൽകിയത്.
എന്തെന്നാൽ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ കൃത്യമായും സംഭവിക്കാറുള്ള ചില കാര്യങ്ങളുണ്ട്. അതിന്റെയൊക്കെ അടയാളങ്ങൾ സബ്മറൈൻസിന്റെ അവശിഷ്ടങ്ങളിൽ നമുക്ക് കാണാനും സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനമായും കാണപ്പെടുന്ന അടയാളം എക്സിറ്റിന് സമീപത്ത് കിടക്കുന്ന മനുഷ്യരുടെ അസ്ഥികൂടങ്ങളായിരിക്കും. എന്തെന്നാൽ ഇങ്ങനെ ഒരു സബ്മറൈൻ മുങ്ങുന്ന സമയം സ്വാഭാവികമായും ഉള്ളിലുള്ള എല്ലാവരും പുറത്തു കടക്കാനായിരിക്കും ശ്രമിക്കുന്നത്. അങ്ങനെ പുറത്തു കടന്നാൽ അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. പുറത്തു കടക്കാൻ പറ്റിയില്ലെങ്കിൽ എക്സിറ്റിന് സമീപത്ത് കിടന്ന് തന്നെ മുങ്ങി മരിച്ചു പോകും. അതുകൊണ്ട് തന്നെ അവരുടെ അസ്ഥികൂടങ്ങൾ എക്സിറ്റിന് സമീപത്തായിരിക്കും കാണപ്പെടുന്നത്. പക്ഷേ HL ഹൺലിയിൽ കണ്ടത് അങ്ങനെയല്ല. അതിലുണ്ടായിരുന്ന 8 പേരുടെയും അസ്ഥികൂടങ്ങൾ കൃത്യമായും അവരവരുടെ സ്ഥാനങ്ങളിലാണ് കിടന്നിരുന്നത്. അതായത് ആ 8 പേരും രക്ഷപ്പെടാൻ ശ്രമിച്ചതേയില്ല. മുങ്ങിച്ചാകാൻ പോകുന്ന സമയം എന്തായാലും ഞാൻ ചാകട്ടെ എന്ന് കരുതി ആരും ഒരിടത്ത് അനങ്ങാതെ ഇരിക്കില്ല. തീർച്ചയായും അവര് രക്ഷപ്പെടാൻ തന്നെ ആയിരിക്കും ശ്രമിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ 8 പേരുടെയും അസ്ഥികൂടങ്ങൾ എന്തുകൊണ്ടാണ് കൃത്യമായും അവരവരുടെ സ്ഥാനങ്ങളിൽ തന്നെ കാണപ്പെട്ടത്? അന്ന് ശരിക്കും എന്താണ് സംഭവിച്ചത്? സബ്മറൈനിൽ നിന്നും ഗവേഷകർക്ക് ചില തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചു. ഒന്നാമതായി, നേരത്തെ പറഞ്ഞതുപോലെ 8 പേരുടെയും അസ്ഥികൂടങ്ങൾ കൃത്യമായും അവരവരുടെ സ്ഥാനത്താണ് കിടന്നത്. രണ്ടാമത്, സബ്മറൈനിൽ ചില തകരാറുകൾ ഉണ്ടായിരുന്നു. മൂന്നാമത്, സബ്മറൈനിൽ നിന്നും പുറത്തു കടക്കാനുള്ള 2 വാതിലുകളും പൂർണ്ണമായും അടഞ്ഞാണ് കിടന്നത്. നാലാമത്, എമർജൻസി ബാലസ്റ്റ് വെയിറ്റുകൾ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. അഞ്ചാമത്, സബ്മറൈനിൽ ക്യാപ്റ്റൻ നിൽക്കുന്ന സ്ഥാനത്തിന് മുകളിൽ ബുള്ളറ്റ് കൊണ്ടതുപോലത്തെ ഒരു ചെറിയ ദ്വാരമുണ്ട്. അവസാനമായി, സബ്മറൈനെ കണ്ടെത്തിയ ലൊക്കേഷൻ USS ഹ്യൂസാറ്റോണിക്കിനെ മുക്കിയ ശേഷം തിരിച്ച് നേരെ സള്ളിവൻസ് ദ്വീപിലേക്ക് പോകാനായിരുന്നു അവരുടെ പ്ലാൻ. പക്ഷേ സബ്മറൈനെ കണ്ടെത്തിയത് ഈ ഭാഗത്ത് നിന്നുമാണ്. അതായത് സള്ളിവൻസ് ദ്വീപിന്റെ എതിർദിശയിലേക്കാണ് സബ്മറൈൻ പോയത്. HL ഹള്ളിയെ കണ്ടെത്താൻ 1.5 നൂറ്റാണ്ടോളം സമയമെടുത്തതും യഥാർത്ഥത്തിൽ ഇത് കാരണമാണ്. അതായത് സള്ളിവൻസ് ദ്വീപിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്കാണ് HL ഹള്ളി മുങ്ങിയതെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും കാലം വരെ പലരും ഇതിനുവേണ്ടി തിരച്ചിൽ നടത്തിയത് USS ഹ്യൂസാറ്റോണിക് മുങ്ങിയതിനും സള്ളിവൻസ് ദ്വീപിനും ഇടയിലുള്ള ഭാഗത്തിലാണ്. എന്തായാലും ഇത്രയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ. ഈ തെളിവുകൾ ഉപയോഗിച്ച് HL ഹൺലിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. തെളിവുകൾ മുൻനിർത്തി നോക്കുമ്പോൾ ഇതിന് പിന്നിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന സിദ്ധാന്തങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന ഒന്നാമത്തെ സിദ്ധാന്തം, ഒരുപക്ഷെ ഉള്ളിൽ വെള്ളം കയറി കാണും. ഹ്യൂസാറ്റോണിക്കിലുള്ളവര് ഹൺലിയെ തുരിതുരാന്ന് വെടിവെച്ചിരുന്നു. ആ കാലത്തിലെ ബുള്ളറ്റ്സിന് സബ്മറൈനിൽ തുളച്ചു കയറാനുള്ള ശക്തി ഉണ്ടായിരുന്നു. അങ്ങനെ അതിലൊരു ബുള്ളറ്റ് സബ്മറൈനിൽ തുളച്ചു കയറി. അതായിരിക്കും സബ്മറൈനിൽ ക്യാപ്റ്റൻ നിന്ന സ്ഥാനത്തിന് മുകളിൽ കണ്ട ബുള്ളറ്റ് കൊണ്ടതുപോലത്തെ ചെറിയ ദ്വാരം. ഈ ദ്വാരത്തിന്റെ പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ ആ ബുള്ളറ്റ് ക്യാപ്റ്റന്റെ നെഞ്ചിലായിരിക്കും കൊണ്ടത്. ക്യാപ്റ്റൻ കൊല്ലപ്പെട്ടതോടെ അല്ലെങ്കിൽ മയങ്ങി വീണതോടെ പിന്നെ അവർക്ക് ഏത് ദിശയിലേക്കാണ് പോകേണ്ടതെന്ന് കൃത്യമായി തിരിച്ചറിയാൻ പറ്റാതെയായി. അങ്ങനെയായിരിക്കും അവര് ദിശ തെറ്റി സഞ്ചരിച്ചത്. ഈ ദ്വാരത്തിലൂടെ ആയിരിക്കും ഉള്ളിലേക്ക് വെള്ളം കയറിയത്. അങ്ങനെയായിരിക്കും ഉള്ളിലുണ്ടായിരുന്ന 8 പേരും കൊല്ലപ്പെട്ടത്. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഈ സിദ്ധാന്തം ശരിയാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഈ സിദ്ധാന്തത്തിന്റെ പ്രശ്നം എന്താണെന്നാൽ, നേരത്തെ പറഞ്ഞതുപോലെ അസ്ഥികൂടങ്ങളെല്ലാം അവരവരുടെ സ്ഥാനത്ത് തന്നെയാണ് കിടന്നത്. എന്തായാലും ചാകാൻ പോകുന്നവര് ചാകട്ടെ എന്ന് കരുതി വെറുതെ ഒരിടത്ത് ഇരിക്കില്ല. അതുമാത്രമല്ല, അഥവാ അങ്ങനെ ഈ ദ്വാരത്തിലൂടെ ഉള്ളിലേക്ക് വെള്ളം കയറാൻ തുടങ്ങിയിരുന്നെങ്കിൽ പോലും ഉള്ളിലിരുന്ന് തന്നെ അവർക്കത് വളരെ വേഗം അടച്ചു മൂടാമായിരുന്നു. അതിനു പുറമെ അങ്ങനെ ഒരു ബുള്ളറ്റ് തുളച്ചു കയറിയിരുന്നെങ്കിൽ ക്യാപ്റ്റന്റെ എല്ലുകളിൽ എന്തെങ്കിലും പൊട്ടലുകൾ കാണേണ്ടതാണ്. പക്ഷേ എല്ലുകളിൽ അങ്ങനെ ഒരു പൊട്ടലുമില്ല. ഒരുപക്ഷെ ക്യാപ്റ്റന്റെ എല്ലുകളിൽ ബുള്ളറ്റ് കൊണ്ടില്ല എന്ന് നമുക്ക് കരുതാമായിരുന്നു. എന്നിരുന്നാലും ആ ബുള്ളറ്റിന്റെ അവശിഷ്ടം സബ്മറൈനിൽ കാണേണ്ടതാണ്. എന്നാൽ അതും സബ്മറൈന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. ഇതിനെല്ലാത്തിനും പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്നത്, എമർജൻസി ബാലസ്റ്റ് വെയിറ്റ്സ് ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. അതായത് ലോഹം കൊണ്ട് നിർമ്മിതമായ നല്ല ഭാരമുള്ള വസ്തുക്കളാണ് ബാലസ്റ്റ് വെയിറ്റ്സ്. ഈ വെയിറ്റ്സ് ഹൺലി സബ്മറൈന്റെ അടിഭാഗത്തിലാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. സബ്മറൈനെ ഉയർന്നു പൊങ്ങി വരാതെ മുങ്ങിക്കിടക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണിത്. ഉള്ളിലിരുന്ന് തന്നെ റിലീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ വെയിറ്റ്സിനെ സബ്മറൈനുമായിട്ട് ഘടിപ്പിച്ച് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഈ വെയിറ്റ്സ് റിലീസ് ചെയ്താൽ ഉടൻ തന്നെ സബ്മറൈൻ ഉയർന്നു പൊങ്ങും. അതുകൊണ്ട് തന്നെ എമർജൻസി ഘട്ടങ്ങളിൽ ഇങ്ങനെ ചെയ്താൽ വെള്ളത്തിൽ മുങ്ങി മരിക്കാതെ രക്ഷപ്പെടാൻ സാധിക്കും. പക്ഷേ HL ഹൺലിയുടെ ബാലസ്റ്റ് വെയിറ്റ്സ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാ തെളിവുകളും പരിഗണിച്ച് നോക്കുമ്പോൾ ഉള്ളിൽ വെള്ളം കയറി കാണുമെന്ന സിദ്ധാന്തം പൂർണ്ണമായും തെറ്റാണെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഒരുപക്ഷെ സബ്മറൈന് ഇംപ്ലോഷൻ അഥവാ ഉൾവലിഞ്ഞുള്ള സ്ഫോടനം സംഭവിച്ചു കാണുമെന്നതാണ് രണ്ടാമത്തെ സിദ്ധാന്തം. അതായത് 2023 ടൈറ്റൻ സബ്മറൈന് സംഭവിച്ചതുപോലെ. പക്ഷേ HL ഹൺലിക്ക് ഇങ്ങനെ ഇംപ്ലോഷൻ സംഭവിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. എന്തെന്നാൽ ഹ്യൂസാറ്റോണിക് കപ്പൽ കരയിൽ നിന്നും അധികം ദൂരത്തിലായിരുന്നില്ല.
അതുകൊണ്ട് തന്നെ HL ഹൺലിക്കും തീരത്തിൽ നിന്നും ഒരുപാട് അകലെ പോകേണ്ട കാര്യമില്ല. തീരത്തിന് സമീപമായതിനാൽ ഹ്യൂസാറ്റോണിക് നിന്ന സമുദ്രഭാഗത്തിന് വലിയ ആഴമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനേക്കാൾ അകലെ നിന്നുമാണ് സബ്മറൈന്റെ അവശേഷിപ്പുകൾ കണ്ടെത്തിയത്. പക്ഷെ ആ സമുദ്രഭാഗത്തിന് പോലും വെറും 30 അടി ആഴമേ ഉണ്ടായിരുന്നുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ HL ഹൺലി പരമാവധി 30 അടി ആഴത്തിൽ വരെ മാത്രമേ പോയിട്ടുള്ളൂ. പക്ഷേ ഇംപ്ലോഷൻ സംഭവിക്കണമെങ്കിൽ സാധാരണഗതിയിൽ ഏറ്റവും കുറഞ്ഞത് 100 കണക്കിന് അടി ആഴത്തിലെങ്കിലും എത്തണം. അതുമാത്രമല്ല, അങ്ങനെ ഒരു ഇംപ്ലോഷൻ സംഭവിച്ചതിന്റെ യാതൊരു വിധത്തിലുമുള്ള അടയാളങ്ങളും ഈ സബ്മറൈന്റെ ഉള്ളിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സിദ്ധാന്തവും തീർത്തും തെറ്റാണ്. ഇനി മൂന്നാമത്തെ സിദ്ധാന്തം, ഒരുപക്ഷെ ഈ സബ്മറൈൻ മറ്റൊരു കപ്പലുമായി കൂട്ടിയിടിച്ചു കാണും. അതായത് ഹ്യൂസാറ്റോണിക് തകർന്ന ഉടനെ ആ വിവരമറിഞ്ഞ് അതിലെ സർവൈവേഴ്സിനെ രക്ഷിക്കാൻ അവരുടെ മറ്റ് ചില കപ്പലുകൾ ഹ്യൂസാറ്റോണിക്കിനെ ലക്ഷ്യമിട്ട് വരുന്നുണ്ടായിരുന്നു. അവിടെ ആദ്യം എത്തിയത് USS കനാൻഡൈഗുവ എന്നൊരു കപ്പലാണ്. ഈ കപ്പൽ വരുന്ന വഴിക്ക് അവര് പോലും അറിയാതെ അബദ്ധത്തിൽ സബ്മറൈനെ ഇടിച്ചു കാണും. ഏതാണ്ട് 228 അടി നീളമുള്ള ഭീമാകാരമായ ഒരു കപ്പലാണ് കനാൻഡൈഗുവ. ഹൺലിയെ പോലൊരു കുഞ്ഞൻ സബ്മറൈനെ ഇടിച്ചാൽ ഈ കപ്പലിലുള്ളവർക്ക് അത് തിരിച്ചറിയാൻ പോലും സാധിക്കില്ല. പ്രത്യേകിച്ച് അത്രയും എമർജൻസി സാഹചര്യത്തിൽ അവരത് ശ്രദ്ധിക്കില്ല. പക്ഷേ ഹൺലിയെ സംബന്ധിച്ചിടത്തോളം അത് മാരകമായ ഇടിയായിരുന്നിരിക്കും. ആ ഇടിയിൽ ഹൺലി തകർന്നിട്ടുണ്ടാകും. അത് പെട്ടെന്നുണ്ടായ തകർച്ചയായതിനാൽ ഉള്ളിലുള്ളവർക്ക് എമർജൻസി ബാലസ്റ്റ് വെയിറ്റ്സ് റിലീസ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിക്കാണില്ല. അതിനു മുന്നേ ഉള്ളിൽ വെള്ളം കയറുകയും സബ്മറൈൻ സമുദ്രത്തിന്റെ അടിത്തട്ടിലെത്തുകയും ചെയ്തു കാണും. അങ്ങനെയായിരിക്കും പുറത്തു കടക്കാൻ പറ്റാതെ എല്ലാവരും കൊല്ലപ്പെട്ടത്. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത് ശരിയാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ പ്രശ്നം എന്താണെന്നാൽ, നേരത്തെ പറഞ്ഞതുപോലെ കനാൻഡൈഗുവ വളരെ വലിയ കപ്പലാണ്. ഇത്രയും വലിപ്പമുള്ള ഒരു കപ്പൽ വന്നിടിച്ചാൽ ഹൺലി യഥാർത്ഥത്തിൽ തവിട് പൊടിയാകേണ്ടതാണ്. പക്ഷേ ഹൺലിയിൽ കാര്യമായ ഒരു തകരാറും സംഭവിച്ചിട്ടില്ല. ഹൺലിയിലുള്ള ഏകദേശം എല്ലാ തകരാറുകളും ശരിക്കും ഇത്രയും കാലം സമുദ്രത്തിനടിയിൽ കിടന്നത് കാരണം ഉണ്ടായവയാണ്. അതുമാത്രമല്ല, സബ്മറൈൻ തകർന്നെങ്കിലും ഉള്ളിലിരുന്നവര് പെട്ടെന്ന് മരിച്ചു കാണില്ല. അവര് തീർച്ചയായും പുറത്തിറങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുകയെങ്കിലും ചെയ്യേണ്ടതായിരുന്നു. അതിനുള്ള സമയം തീർച്ചയായും അവർക്ക് കിട്ടിക്കാണും. പക്ഷെ ആരും തന്നെ അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുമില്ല. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഈ സിദ്ധാന്തവും തെറ്റാണ്. യഥാർത്ഥത്തിൽ ഈ സിദ്ധാന്തം മാത്രമല്ല, HL ഹൺലിയുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക സിദ്ധാന്തങ്ങളും തള്ളിക്കളയാനുള്ള ഏറ്റവും പ്രധാന കാരണം ആരും തന്നെ രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല എന്നതാണ്. അത് തന്നെയാണ് ഇതിനെ അത്യധികം നിഗൂഢമാക്കുന്നതും. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ അവരെ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന കാര്യം അവർക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയാത്തതാണെങ്കിലോ? ഇന്നത്തെ സബ്മറൈൻസിന് ഓക്സിജൻ ലഭിക്കാനുള്ള വളരെ മികച്ച ടെക്നോളജികളുണ്ട്. ഇലക്ട്രോളിസിസ് പോലെയുള്ള ടെക്നോളജീസ് ഉപയോഗിച്ചാൽ എത്ര നേരം വേണമെങ്കിലും ഇന്നത്തെ സബ്മറൈൻസിന് വെള്ളത്തിനടിയിലായിരിക്കാൻ സാധിക്കും. പക്ഷേ HL ഹൺലിയുടെ കാര്യം അങ്ങനെയായിരുന്നില്ല. യഥാർത്ഥത്തിൽ HL ഹൺലിക്ക് ഒരു എഞ്ചിൻ പോലും ഉണ്ടായിരുന്നില്ല. ഉള്ളിലിരിക്കുന്നവര് കൈകൊണ്ട് കറക്കി പ്രവർത്തിപ്പിക്കുന്ന പ്രൊപ്പല്ലറാണ് എഞ്ചിന് പകരമായിട്ട് ഹൺലിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഇതിനുള്ളിൽ ഓക്സിജന് വേണ്ടി എന്തായിരിക്കും ചെയ്തിരുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഹൺലിയിൽ 2 ചെറിയ ട്യൂബുകളുണ്ട്. ഉള്ളിൽ ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ ഈ ട്യൂബ്സിനെ ഉയർത്തി വെള്ളത്തിന് മുകളിലെത്തിക്കും. ശേഷം സബ്മറൈനിലുള്ളവര് ഒരു ട്യൂബിലൂടെ ഫ്രഷ് എയർ ഉള്ളിലേക്ക് വലിച്ചെടുക്കും. മറ്റേ ട്യൂബിലൂടെ ഓൾറെഡി ഉള്ളിലുള്ള വായു പുറത്തോട്ട് പമ്പ് ചെയ്ത് കളയുകയും ചെയ്യും. ഇതാണ് ഓക്സിജൻ കിട്ടാൻ വേണ്ടി ഹൺലിയിൽ ഉണ്ടായിരുന്ന ടെക്നോളജി. ഇതല്ലെങ്കിൽ പിന്നെ ഉപരിതലത്തിൽ വന്ന ശേഷം 2 വാതിലുകളും തുറക്കണം. ഈ 2 മാർഗങ്ങളല്ലാതെ HL ഹൺലിയിൽ ഓക്സിജൻ കിട്ടാൻ വേറെ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഓക്സിജൻ തീർന്ന് ശ്വാസം മുട്ടിയായിരിക്കും ഹൺലിയിൽ ഉണ്ടായിരുന്നവരൊക്കെ കൊല്ലപ്പെട്ടത്. സബ്മറൈനിൽ കാര്യമായ തകരാറുകളൊന്നും തന്നെ ഇല്ലാത്തതും അതുപോലെ ആരും തന്നെ രക്ഷപ്പെടാൻ ശ്രമിക്കാത്തതും ഈ സിദ്ധാന്തത്തിനെ സാധൂകരിക്കുന്നുണ്ട്. എന്തെന്നാൽ ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ അത് പെട്ടെന്ന് വ്യക്തമായി തിരിച്ചറിയാനുള്ള കഴിവ് നമ്മുടെ തലച്ചോറിനില്ല. ഓക്സിജൻ കുറയുമ്പോൾ ശരീരത്തിൽ ഹൈപ്പോക്സി എന്ന അവസ്ഥ ഉണ്ടാകും. ഹൈപ്പോക്സി ഉണ്ടാകുമ്പോൾ പിന്നെ ചുറ്റും നടക്കുന്നതിനെ കുറിച്ചൊന്നും തന്നെ വ്യക്തമായ ബോധമുണ്ടായിരിക്കില്ല. ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന ബോധം പോലും ചിലപ്പോൾ നഷ്ടമാകും. ഇത് തന്നെയായിരിക്കും ഹൺലിയിലെ നാവികർക്ക് സംഭവിച്ചത്. ഹൈപ്പോക്സിയ കാരണം ബോധം നഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കും അവര് ദിശ തെറ്റി സഞ്ചരിച്ചത്. അതുപോലെ അവര് മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന കാര്യം അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു കാണില്ല. അത് തന്നെയായിരിക്കും അവര് രക്ഷപ്പെടാൻ ശ്രമിക്കാത്തതിന്റെ കാരണവും. അനന്തരഫലമായി അവസാനം ശ്വാസം കിട്ടാതെ എല്ലാവരും മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ എല്ലാം കൊണ്ടും ഈ സിദ്ധാന്തം തെളിവുകളുമായി യോജിക്കുന്നതാണ്. പക്ഷേ പ്രശ്നം എന്താണെന്നാൽ, നമ്മുടെ തലച്ചോറിന് ഓക്സിജന്റെ അളവ് കുറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കില്ലെങ്കിലും കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുന്നത് വളരെ വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. സബ്മറൈന്റെ ഉള്ളിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കാർബൺ ഡയോക്സൈഡിന്റെ അളവ് തീർച്ചയായും കൂടിയിട്ടുണ്ടാകും.
കാർബൺ ഡയോക്സൈഡ് കൂടിയാൽ ഉടൻ തന്നെ നമുക്ക് തീവ്രമായ തലവേദനയും തലചുറ്റലും ശ്വാസമുട്ടലും ഒക്കെ ഉണ്ടാകും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ സബ്മറൈനിലുള്ളവർക്ക് പെട്ടെന്ന് തന്നെ കാര്യം പിടികിട്ടും. അങ്ങനെ ശ്വാസം മുട്ടി മരിക്കുന്നതിന് മുന്നേ അവര് വളരെ വേഗം മുകളിൽ വന്ന് ട്യൂബുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഹാച്ചുകൾ തുറന്നോ ഉള്ളിലേക്ക് ഫ്രഷ് എയർ വലിച്ചെടുക്കുമായിരുന്നു. അങ്ങനെ തീർച്ചയായും അവർക്ക് രക്ഷപ്പെടുകയും ചെയ്യാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിദ്ധാന്തവും തെറ്റാണ്. അപ്പോൾ പിന്നെ ശരിക്കും എന്താണ് സംഭവിച്ചത്? ഇതുവരെ പറഞ്ഞ ഒരു സിദ്ധാന്തത്തിനും എച്ച്.എൽ. ഹൺലിയുടെ ദുരൂഹതയുടെ മറ പൂർണ്ണമായും നീക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ പല പതിറ്റാണ്ടുകളോളം കാലം കൃത്യമായ യാതൊരു വിധത്തിലുമുള്ള എക്സ്പ്ലനേഷനുമില്ലാതെ ഇത് വെറും മിസ്റ്ററി ആയിട്ട് തന്നെ തുടർന്നു. എന്നാൽ 2013 ഈ നിഗൂഢതയിൽ ഒരു വലിയ വഴിത്തിരിവുണ്ടായി. അത്രയും കാലം വരെ സബ്മറൈനിലാണ് ഗവേഷകരെല്ലാം ഫോക്കസ് ചെയ്തത്. എന്നാൽ 2013 ചില ഗവേഷകർ സബ്മറൈന്റെ സ്പാറിൽ പരിശോധന നടത്തി. അപ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തിരിച്ചറിയാൻ പറ്റിയത്. സംഭവം, ഇന്നത്തെ സബ്മറൈൻസിൽ മിസൈലുകൾ ഉള്ളിൽ നിന്നും വിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പണ്ടത്തെ സബ്മറൈൻസിൽ അങ്ങനെയല്ല. അന്ന് ഒരു നീളമുള്ള കമ്പി സബ്മറൈന്റെ മുന്നിൽ ഘടിപ്പിച്ചു വെച്ചിരിക്കും. ഇതിനെയാണ് സ്പാർ എന്ന് പറയുന്നത്. ഈ സ്പാറിന്റെ ഏറ്റവും അറ്റത്ത് മിസൈലിന് പകരം ഒരു ബോംബ് വെച്ച് കെട്ടിയിട്ടുണ്ടാകും. സബ്മറൈൻ വളരെ വേഗത്തിൽ വന്ന് ലക്ഷ്യം വെച്ച കപ്പലിൽ ഇടിക്കും. അപ്പോൾ ബോംബ് കെട്ടിവെച്ചിരിക്കുന്ന മുന്നിലത്തെ സ്പാർ ആ കപ്പലിൽ തുളച്ചു കയറും. അങ്ങനെ കയറിയ ഉടനെ ആ ബോംബ് സ്പാറിൽ നിന്നും വേർപെടും. ശേഷം സബ്മറൈൻ പിന്നിലോട്ട് പോകും. അപ്പോൾ ബോംബ് കപ്പലിൽ തന്നെ ഇരിക്കുകയും സബ്മറൈനും സ്പാറും പിന്നിലോട്ട് പോവുകയും ചെയ്യും. ആ ബോംബും സ്പാറുമായിട്ട് നീളമുള്ള ഒരു കയറ് കണക്ട് ചെയ്തിട്ടുണ്ടാകും. സബ്മറൈൻ ഒരുപാട് ദൂരം പിന്നിലോട്ട് പോകുമ്പോൾ, അതായത് സബ്മറൈൻ ബോംബിൽ നിന്നും സേഫായ ഡിസ്റ്റൻസിൽ എത്തുമ്പോൾ ഈ കയറ് പൊട്ടുകയും അനന്തരഫലമായി ബോംബിലുള്ള ഫ്യൂസ് ട്രിഗർ ആവുകയും ചെയ്യും. പിന്നെ ഉടൻ തന്നെ ബോംബ് പൊട്ടും. ഇങ്ങനെയാണ് പണ്ടത്തെ സബ്മറൈൻസ് ഒക്കെ കപ്പലുകളെ ആക്രമിച്ചിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ എച്ച്.എൽ. ഹൺലിയിൽ ഉപയോഗിച്ചിരുന്നത് ഇങ്ങനത്തെ മെക്കാനിസം അല്ല. ഇതിൽ ഉപയോഗിച്ചിരുന്നത് പ്രഷർ സെൻസിറ്റീവ് ആയിട്ടുള്ള ട്രിഗറാണ്. എന്നുവെച്ചാൽ ബോംബ് വന്ന് കപ്പലിൽ കൂട്ടിമുട്ടുന്ന ഉടൻ തന്നെ അത് പൊട്ടും. 2013 സബ്മറൈന്റെ സ്പാറിൽ പരിശോധന നടത്തിയപ്പോൾ അതിൽ ബോംബിന്റെ പുറത്തുണ്ടായിരുന്ന കോപ്പർ കവറിന്റെ ഒരു വലിയ ഭാഗം ഗവേഷകര് കണ്ടു. അപ്പോഴാണ് ഇതൊരു പ്രഷർ സെൻസിറ്റീവ് ബോംബാണെന്ന സത്യം തിരിച്ചറിഞ്ഞത്. ഈ സബ്മറൈൻ നിഗൂഢതയിലെ വഴിത്തിരിവായി മാറിയതും ഈ തിരിച്ചറിവാണ്. സംഭവം, ബോംബ് പൊട്ടുന്ന സമയം സബ്മറൈൻ വിസ്ഫോടനത്തിൽ നിന്നും ഏകദേശം 30 മീറ്റേഴ്സ് അകലെ ആയിരുന്നുവെന്നാണ് പണ്ട് കരുതിയിരുന്നത്. കാരണം ആ രീതിയിലാണ് ഇതിനെ ആദ്യം ഡിസൈൻ ചെയ്തത്. പക്ഷെ എന്തോ കാരണത്താൽ അവസാന നിമിഷം അവര് ഡിസൈൻ മാറ്റി. അങ്ങനെയാണ് പ്രഷർ സെൻസിറ്റീവ് ബോംബ് വെച്ചത്. ഇത് കാരണം ബോംബ് പൊട്ടുന്ന സമയം യഥാർത്ഥത്തിൽ സബ്മറൈൻ സ്ഫോടനത്തിന്റെ വളരെ വളരെ അടുത്ത് തന്നെ ആയിരുന്നു. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത് വലിയ പ്രശ്നമല്ലെന്ന് നമുക്ക് തോന്നും. കാരണം അസ്ഥികൂടങ്ങൾ പരിശോധിച്ചപ്പോൾ ഉള്ളിലുണ്ടായിരുന്ന 8 പേർക്കും കാര്യമായ പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല. ഓർക്കുക, ഇവിടെ പരിക്കുകളെന്ന് പറഞ്ഞത് എല്ലുകളൊന്നും പൊട്ടിയിട്ടില്ല എന്നാണ്. അതുപോലെ അന്ന് സബ്മറൈന് കാര്യമായ തകരാറുകളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും നേരത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ പിന്നെ സ്ഫോടനം കാരണം അകത്തിരുന്നവർക്ക് ഒന്നും പറ്റിയിട്ടുണ്ടാകില്ല എന്നായിരിക്കും പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ എല്ലുകളിൽ പൊട്ടലുകളില്ല എന്ന് കരുതി, സബ്മറൈനിൽ തകരാറുകൾ സംഭവിച്ചിട്ടില്ല എന്ന് കരുതി അകത്തിരുന്നവര് സേഫ് ആയിരുന്നു എന്ന് കരുതാൻ പറ്റില്ല. എന്തെന്നാൽ സ്ഫോടനം നടക്കുമ്പോൾ അതിൽ നിന്നും വളരെ ശക്തമായ ഷോക്ക് വേവ് ഉണ്ടാകും. ഈ ഷോക്ക് വേവ് യാതൊരു വിധത്തിലുമുള്ള തകരാറും ഉണ്ടാക്കാതെ സേഫ് ആയിട്ട് സബ്മറൈനിലൂടെ കടന്നുപോകും. പക്ഷെ സേഫ് എന്ന് പറഞ്ഞത് സബ്മറൈന്റെ കാര്യമാണ്. ഉള്ളിലുള്ള മനുഷ്യര് സേഫ് ആയിരിക്കില്ല. ഈ ഷോക്ക് വേവ് മനുഷ്യരുടെ ശരീരത്തിലൂടെയും കടന്നുപോകും. അപ്പോൾ ഷോക്ക് വേവിന്റെ തീവ്ര ശക്തി കാരണം മനുഷ്യരുടെ വാതകം കൊണ്ട് നിറഞ്ഞ അവയവങ്ങളെല്ലാം, അതായത് പ്രധാനമായും ശ്വാസകോശം, പൂർണ്ണമായും വളരെ വയലന്റ് ആയിട്ട് പൊട്ടിച്ചിതറും. ശ്വാസകോശത്തിനെ മാത്രമല്ല തലച്ചോറിനെയും ഇത് മാരകമായിട്ട് തകർത്ത് കളയും. അങ്ങനെ മിനിറ്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ചിലപ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ മരണവും സംഭവിക്കും. ഇത് തന്നെയാണ് അന്ന് എച്ച്.എൽ. ഹൺലി സബ്മറൈനിൽ സംഭവിച്ചത്. ബോംബ് പൊട്ടിയ ഉടൻ തന്നെ സബ്മറൈനിലുള്ളവരും കൊല്ലപ്പെട്ടു. അതുകൊണ്ടാണ് ആരും തന്നെ രക്ഷപ്പെടാൻ ശ്രമിക്കാത്തത്. കാരണം അതിനുള്ള സാവകാശം പോലും കിട്ടുന്നതിന് മുന്നേ അവര് കൊല്ലപ്പെട്ടു. സബ്മറൈന് കാര്യമായ തകരാറ് പറ്റാത്തതും അതുകൊണ്ടാണ്. നിയന്ത്രിക്കാൻ ആരുമില്ലാത്തതിനാലായിരിക്കും ദിശ മാറി കുറെ ദൂരം സഞ്ചരിച്ചത്. കുറെ ദൂരം ഒഴുകിപ്പോയ ശേഷം പിന്നെ അത് തനിയെ പതിയെ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ എത്തുകയും ചെയ്തു. ആകെ മൊത്തത്തിൽ കണ്ടെത്തിയിട്ടുള്ള എല്ലാ തെളിവുകളെയും ഈ സിദ്ധാന്തം സാധൂകരിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം 1.5 പതിറ്റാണ്ടിന് ശേഷം എച്ച്.എൽ. ഹൺലിയുടെ തിരോധാനത്തിന് പിന്നിലെ രഹസ്യം മനസ്സിലാക്കാൻ പറ്റി. ഈ നിഗൂഢതയുടെ ചുരുളുകളെല്ലാം അഴിഞ്ഞു എന്നൊക്കെയാണ് എല്ലാവരും ആദ്യം കരുതിയത്.
പക്ഷെ അപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം ബാക്കിയുണ്ടായിരുന്നു. അതായത് ഹ്യൂസാറ്റോണിക് കപ്പലിനെ മുക്കിയ ശേഷം ദൗത്യം വിജയകരമായെന്നും ഞങ്ങൾ തിരിച്ചു വരികയാണെന്നും അറിയിക്കാൻ ഹൺലി സബ്മറൈൻ ഒരു നീല പ്രകാശം പുറത്തുവിട്ടു. ഇത് സള്ളിവൻസ് ദ്വീപിലുള്ളവരെ വ്യക്തമായിട്ട് കാണുകയും ചെയ്തിരുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്നാൽ ഈ പ്രകാശം ഓട്ടോമാറ്റിക്കലി ട്രിഗർ ആകുന്നതല്ല, മറിച്ച് ആരെങ്കിലും അത് മാനുവലി ട്രിഗർ ചെയ്യേണ്ടതാണ്. അതായത് ഏകദേശം ഇന്നത്തെ ഫ്ലെയർ ഗൺസ് പോലെ. എന്നാൽ സബ്മറൈനിലുള്ളവര് ഉടൻ തന്നെ കൊല്ലപ്പെട്ടുവെങ്കിൽ പിന്നെ ആ നീലപ്രകാശം തെളിയിച്ചത് ആരാണ്? ഇത് ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ്. ഒരുപക്ഷെ സള്ളിവൻസ് ദ്വീപിലുള്ളവര് വെറുതെ കള്ളം പറഞ്ഞതായിരിക്കുമെന്ന് നമുക്ക് കരുതാമായിരുന്നു. പക്ഷെ ഈ പ്രകാശം അവര് മാത്രമല്ല കണ്ടത്. ഹ്യൂസാറ്റോണിക്കിൽ അതിജീവിച്ചവരും ഈ പ്രകാശം കണ്ടതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശത്രുക്കളായ അവർക്ക് എന്തായാലും കള്ളം പറയേണ്ട കാര്യമില്ല. അതും ഒരുപാട് പേര് ഇത് കണ്ടതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വെറുതെ പറയുന്നതായിരിക്കാൻ സാധ്യതയില്ല. ചിലപ്പോൾ അവർ കണ്ട പ്രകാശം യഥാർത്ഥത്തിൽ സബ്മറൈനിൽ നിന്നും വന്നതായിരിക്കില്ല. പകരം അത് തികച്ചും വ്യത്യസ്തമായ മറ്റെന്തെങ്കിലും പ്രതിഭാസമായിരിക്കും. ചിലപ്പോൾ സബ്മറൈനിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും കുറച്ചു സമയത്തേക്ക് ജീവിച്ചിരുന്നു കാണും. അയാളായിരിക്കും പ്രകാശം തെളിയിച്ചത്. ചിലപ്പോൾ മറ്റേതെങ്കിലും കപ്പലിലോ സബ്മറൈനിലോ നിന്നുമായിരിക്കും അത് വന്നത്. ഇതൊന്നുമല്ലെങ്കിൽ ഒരുപക്ഷെ ഈ സിദ്ധാന്തവും യഥാർത്ഥത്തിൽ തെറ്റായിരിക്കും. നിർഭാഗ്യവശാൽ ഇതിലേതാണ് സത്യമെന്ന് തിരിച്ചറിയാൻ നമുക്ക് യാതൊരു മാർഗവുമില്ല. എന്ത് തന്നെയാണെങ്കിലും ആ നീലപ്രകാശം എങ്ങനെയുണ്ടായി എന്നത് ഇതുവരെ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ്. ഈ ചോദ്യം കാരണം HL ഹൺലി ഇന്നും ഒരു വലിയ നിഗൂഢതയായിട്ട് തന്നെ തുടരുകയാണ്. ഒരുപക്ഷെ ഒരിക്കലും ഇതിനു പിന്നിലെ സത്യം കണ്ടെത്താൻ കഴിയില്ലായിരിക്കും. HL ഹൺലി സബ്മറൈന്റെ തിരോധാനത്തിന് പിന്നിൽ നിലവിൽ ഏറ്റവും കൂടുതൽ പേരും അംഗീകരിച്ചിട്ടുള്ളത് അവസാനത്തെ സിദ്ധാന്തമാണ്. പക്ഷെ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ശരിക്കും എന്തായിരിക്കും അന്ന് അവിടെ സംഭവിച്ചത്? കമന്റ് ബോക്സിലൂടെ അറിയിക്കൂ.